Hello, good morning. Good morning, ma'am. Good morning. റെഡിയാണോ എല്ലാവരും? Yes, ma'am. കണ്ടില്ല, ലീവായിരുന്നു ട്യൂസ്ഡേ. അപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ചിലപ്പോ എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ള കാര്യം. യെസ്, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാ നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ട്യൂസ്ഡേയിൽ കയറിയില്ല, അതിന് മുന്നേ ഫ്രൈഡേ ആണ് നമ്മൾ കണ്ടത്. അപ്പോ ദിവസത്തെ ക്ലാസ് നമ്മള് മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ആരെങ്കിലും കയറിയിട്ടുണ്ടാവുമല്ലോ ക്ലാസ്സിന്, അല്ലേ? ട്യൂസ്ഡേയില് പകരം ആരെങ്കിലും കയറിയോ? സൗണ്ട് കുറവാ, നോക്കട്ടെ കേട്ടോ. സൗണ്ട് എനിക്ക് കേൾക്കണല്ലോ നിങ്ങൾ പറയുന്നേ. പറഞ്ഞു. നാളെ എക്സാം അല്ലേ? ക്ലിയർ ആവണില്ലല്ലോ. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞേ? നാളെ എക്സാം അല്ലേ? നാളെ എക്സാം ആണെന്ന്. ഓക്കെ ഓക്കെ. 11th 11ാം തീയതി ഫസ്റ്റ് പാർട്ട് എക്സാം ആണ്. അപ്പൊ അതിനുവേണ്ടി പഠിക്കണം എല്ലാവരും കേട്ടാ. ഇപ്പൊ നമ്മള് ക്ലാസ് എടുക്കാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോർഷൻസ് ആണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്കായിട്ട് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എടുത്തു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറയാമോ? എന്നിട്ട് വേണം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ. Section 41. Power to make rules. തീർന്നു. ദാറ്റ് മീൻസ് നമ്മളുടെ statutory provisions which is given by the Factories Act 1948. 1948 Factories Act കുറെ statutory provisions regarding the employees' health and also employees' safety are given. നമ്മൾ തന്നിരുന്നു, അത് നമ്മൾ പഠിച്ചു അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം, എന്തൊക്കെ അത് പ്രത്യേകം ഓരോ സെക്ഷനിൽ ഇങ്ങനെ കൃത്യമായിട്ട് എന്താ പറയാ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇന്ന കാര്യങ്ങൾക്ക് സേഫ്റ്റി കൊടുക്കണം, ഇന്ന കാര്യങ്ങൾ അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ആക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് ആണ് ഈ പറയുന്ന സെക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ all the factories have to follow these rules and regulations. ഇങ്ങനെ ഈ ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം ഈ പറയുന്ന സെക്ഷനിൽ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, ഓരോ ഫാക്ടറീസിലും എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇഫ് ദേ ആർ ഇഗ്നോറിംഗ് സച്ച് തിങ്സ്, ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ ഇവരുടെ ഹെൽത്തിനെ അതുപോലെ തന്നെ ഇവരുടെ സേഫ്റ്റിയെ പ്രൊട്ടക്ട് ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, ഇവരുടെ ഹെൽത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻജൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് അഗേൻസ്റ്റ് ആയിട്ട് അവരുടെ ഹെൽത്തിന് എന്തെങ്കിലും എംപ്ലോയീസിന്റെ ഫിസിക്കൽ ഹെൽത്തിന് എന്തെങ്കിലുമൊക്കെ കോട്ടം വന്നു, ആ ജോലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ പറയാ, ആസ് പെർ റൂൾ നിയമപ്രകാരം ഇത് എന്താ പറയാ ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ പെനാൽറ്റിയോ അല്ലെങ്കിൽ ബോത്ത് ഇതിന് വിധേയരാകേണ്ടി വരും ഫാക്ടറീസ് ഓണേഴ്സ്. മനസ്സിലായോ? അല്ലെങ്കിൽ മാനേജ്മെന്റ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നാണ് നമ്മൾ ഈ സെക്ഷൻസ് അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഫാക്ടറീസുകൾക്കും അറിയണം. എംപ്ലോയീസ്, പ്രത്യേകിച്ചും എംപ്ലോയീസ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നേരിട്ട് എൻഗേജ്ഡ് ആകുന്ന എംപ്ലോയീസ് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ലൈഫിനെയും ഹെൽത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് മാനേജ്മെന്റ് അതിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇതാണ് നമ്മൾ ഈ പറയുന്ന സെക്ഷൻസിലൂടെ പഠിച്ചത്. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട്, ഈ ഒരു ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയി ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് എംപ്ലോയി സേഫ്റ്റി, ഇങ്ങനെ 4 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നമ്മൾ
അല്ലെങ്കിൽ ഈ ഒറ്റ മൊഡ്യൂൾ നമുക്ക് കണ്ടത്. ഓക്കെ, ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ്. എന്തിനാണ് എംപ്ലോയീസിന്റെ സേഫ്റ്റി അത്രയധികം എന്തിനാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, അവോയ്ഡിങ് ആക്സിഡൻസ്. If the employees are safe at their workplace while performing their duties, ഓരോ എംപ്ലോയീസും അവരവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പല രീതിയിലുള്ള അപകടങ്ങൾ ഒഴിവാക്കും. അല്ലെ, അപകടങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അപകടങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് അവരുടെ ജോലിക്ക് വരാൻ പറ്റാതെ ആകും, അല്ലെങ്കിൽ ചിലപ്പോ ഇവൺ ഡെത്ത് വരെ സംഭവിക്കുന്ന അപകടങ്ങളുണ്ട്. സോ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ദ ആക്സിഡന്റ്സ് അറ്റ് വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന അപകടങ്ങളെ ഒരു പരിധി വരെ പരമാവധി അതിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ബിക്കോസ് ഇഫ് ദേ ഹാവ് ടേക്കൺ സം സേഫ്റ്റി മെഷേഴ്സ്, സേഫ്റ്റി ഡിവൈസസ്, അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ മാർഗങ്ങൾ കൃത്യമായിട്ട് എടുക്കുകയും ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് വെരി വെൽ ടു ദ എംപ്ലോയീസ്. അത്തരം എത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എന്ത് സേഫ്റ്റി മെഷേഴ്സ് ആ എംപ്ലോയീസ് എടുക്കണ്ടേ എന്നുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസും ആരെയും ഇൻഫോം ചെയ്തിരിക്കണം, എംപ്ലോയീസിനെ ഇൻഫോം ചെയ്തിരിക്കണം. മനസ്സിലായോ? അതായത് ഇന്ന ജോലി ചെയ്യുമ്പോൾ കൃത്യമായി ഇന്ന പ്രിക്കോഷൻ എടുക്കാതെ ജോലി ചെയ്യാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ തോന്നിയ പോലെ എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ. പക്ഷേ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥയാണ് ചില സന്ദർഭങ്ങളിൽ ഒരു ചെറിയ അശ്രദ്ധ, ചെറിയ കെയർലെസ്, അല്ലെ, ഒരു എന്താ പറയാ, ഒരു ബ്ലിങ്കിങ് ഓഫ് ഐസ്, അല്ലെ, ഒരു കടന്നു ചുമന്ന മാത്രയിലും ഒരു ശ്രദ്ധ നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ അങ്ങനെ ഉണ്ടാകുന്ന ആക്സിഡൻസും ഉണ്ട്. അല്ലെ, നമ്മൾ കടന്നു ചിമ്മലില് ഉണ്ടാകുന്ന ചില ആക്സിഡൻസും ഉണ്ട്. നമ്മളത് അവഗണിച്ചാൽ, അത്തരം കെയർലെസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ, അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ജോലികളിൽ തീർച്ചയായിട്ടും സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ നിർബന്ധിക്കണം. അതെങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം അവരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കണം. സോ യു വിൽ അവോയ്ഡ് ആക്സിഡൻസ്. അങ്ങനെ വരുമ്പോൾ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആക്സിഡന്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്, ടു അവോയ്ഡ് ആക്സിഡൻസ്. ഫസ്റ്റ് പോയിന്റ് ഈസ് ടു അവോയ്ഡ് ആക്സിഡൻസ്, ആക്സിഡന്റുകൾ ഒഴിവാക്കാൻ. ഓക്കെ, ആ പോയിന്റിന്റെ ബുള്ളറ്റ് എന്താ പറയാ, ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഇത് മതി, പഠിച്ചാൽ മതി. നമ്പേഴ്സ് ഇട്ട് എഴുതിയിരിക്കുന്ന ആ പോയിന്റുകൾ പഠിച്ചാൽ മതി. ഇൻസൈഡ് ദ പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അടുത്തത്, ഓക്കെ, അടുത്ത എന്താ, മിനിമൈസസ് കോസ്റ്റ്. എന്ത് ചെയ്യുന്നു? ചെലവുകളെ കുറയ്ക്കുന്നു. നമുക്കറിയാം എന്താ ചെലവ് കുറയ്ക്കുന്നു പറയാൻ കാരണം, എംപ്ലോയീസിന്റെ സേഫ്റ്റി നമ്മൾ എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ്, ഡയറക്ട് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്ട് കോസ്റ്റ്. പലതരത്തിലുള്ള നേരിട്ടുള്ള ചെലവുകളും നേരിട്ടല്ലാത്ത ചെലവുകളെയും കുറയ്ക്കുന്നു. എങ്ങനെ ചെലവുണ്ടാക്കും? തീർച്ചയായിട്ടും എംപ്ലോയീസ് ഇഫ് ദേ ആർ നോട്ട് സേഫ് വൈൽ ദേ ആർ പെർഫോമിംഗ് എനി ഡ്യൂട്ടി ഓർ ജോബ്, ഏതെങ്കിലും തരത്തിലുള്ള ജോബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്ന സമയത്ത് അവര് എന്താ പറയാ കൃത്യമായിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതെ അവർ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോസ് ആക്സിഡൻസ്. ആക്സിഡൻസ് ഉണ്ടായാൽ എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ ഹാവ് ടു സഫർ. അവർക്ക് വേണ്ടി വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ, ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം വന്നു, ചിലപ്പോ വലിയ അപകടമാകാം, കയ്യോ കാലോ ഒക്കെ നഷ്ടപ്പെടുന്ന അപകടമാകാം, കണ്ണ് നഷ്ടപ്പെടുന്ന, കാഴ്ച നഷ്ടപ്പെടുന്ന അപകടമാകാം, അല്ലെ, അങ്ങനെ പലതും ആകാം. സോ ദേ ഹാവ് ടു കോമ്പൻസേറ്റ്. ആ ഒരു എന്താ പറയാ അപകടത്തിന് ഇവര് എന്ത് ചെയ്യണം? കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ചിലപ്പോ ആള് മരിച്ചുപോയി, അപ്പൊ ഡിസീസ് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അവർക്കൊരു ചെറിയ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ചെറുതല്ല വലുതായിരിക്കും കൊടുക്കേണ്ടി വരാം. ഒരാളുടെ ലൈഫിനെ തന്നെ ഇല്ലാതാക്കാൻ ആ ഒരു ജോലി കൊണ്ട് പറ്റി. അപ്പൊ ആ ജോലിയിൽ നിന്നുണ്ടായ അപകട മരണമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ആൻഡ് ഓൾസോ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇഞ്ചുറി ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവ്. ഓൾ ദീസ് എക്സ്പെൻസസ് ക്യാൻ ബി അവോയ്ഡഡ് ഇഫ് എംപ്ലോയീസ് ആർ സേഫ് അറ്റ് ദെയർ വർക്ക് പ്ലേസ്. എംപ്ലോയീസ് അവരുടെ വർക്ക് പ്ലേസിൽ കൃത്യമായ രീതിയിൽ സേഫ് ആണെങ്കിൽ ഈ പറയുന്ന ചെലവ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ്, മിനിമൈസസ് കോസ്റ്റ്. മനസ്സിലായോ? നോ? യെസ്, മനസ്സിലായി. ദെൻ നിങ്ങൾ ആ രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്ട് കോസ്റ്റും ഏതാണെന്ന് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡയറക്ട് കോസ്റ്റിൽ വരുന്നത് എന്താ, ഇൻഡയറക്ട് കോസ്റ്റിൽ വരുന്നത് എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ദെൻ
Next one, increase the employee contentment and devotion. First and second point just ഒന്ന് പറഞ്ഞു പോയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. പക്ഷെ again I repeat, ഞാൻ ഒന്നുകൂടി എടുത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ അല്ലെ. ഒന്ന് രണ്ട് പോയിന്റ് പറഞ്ഞതായിരുന്നു ആണോ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞില്ലേ? എടുത്തതായിരുന്നോ ഒന്ന് നേരത്തെ? ഓർമ്മയില്ല, ഇല്ല, എടുത്തിട്ടുണ്ടായില്ല. ഓക്കെ, അപ്പൊ വേറെ ക്ലാസ്സിൽ. സോറി. Increase the employee contentment and devotion. Okay, ഇനി എന്താണ്? If the employees are safe and secured at their workplace, it also increases the contentment of the employee and also it increases the devotion to their work. ഈ പറയുന്ന പോലെ എംപ്ലോയീസിന്റെ ഇപ്പൊ ഞാനൊരു ജോലി ചെയ്യാണ്, ഇച്ചിരി റിസ്ക് ഉള്ള ജോലിയാണ്. ഞാനിപ്പോ ഈ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ അപകട സാധ്യത എന്ന് വെച്ചാൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള, ജസ്റ്റ് ഇമാജിൻ അങ്ങനെയുള്ള ജോലി, ചെറിയ മെഷീൻസുമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ അപകട സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ആ അത്തരം മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടേതായ ചില പ്രിക്കോഷൻ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുക്കണം. ചില മെഷീൻസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വലിയ അതിന് വേണ്ടിയിട്ടുള്ള ഗ്ലൗസ്, അതുപോലെ തന്നെ എന്താ പറയാ ഈ ഗോഗിൾസ്, വലിയ കണ്ണടകള്, ചിലതിന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാതെ നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പോൾ പല അപകടം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അപകടങ്ങൾ അങ്ങനെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരം സാധനങ്ങൾ കൊടുക്കാതെ, എംപ്ലോയീസ് പ്രൊവൈഡ് ചെയ്യാതെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം. സോ വർക്കേഴ്സ് വിൽ ബി ഓൾവേസ് ദേ വിൽ ബി അഫ്രൈഡ്. എപ്പോഴും അവർക്ക് പേടി, ഒരു ഭീതി അവരുടെ മനസ്സിലുണ്ടായിരിക്കും. കാരണം അയ്യോ എന്തെങ്കിലും പറ്റുമോ. അപ്പൊ തൃപ്തിയോടുകൂടി നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർക്കറിയാം they have not taken any precautions or safety measures to handle this machine. അല്ലെങ്കിൽ ഇത്ര മെഷീനറിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മളിത് വേണ്ട പ്രിക്കോഷൻസ് നമ്മുടെ കയ്യിലില്ല, സേഫ്റ്റി മെഷേഴ്സ് ഇല്ല. അപ്പൊ നമ്മൾ അത്ര പേടിച്ച് ചെയ്യാം. അത് പേടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് അവര് കൊടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് പേടിയായിട്ട് നമ്മളിങ്ങനെ ബാക്ക്വേർഡിലേക്ക് പോകും. അതേസമയം if the employees are given safety, അങ്ങനെ എംപ്ലോയീസിന് അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുകയാണ്, ഞാൻ സേഫ് ആണ്, ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് I will not have any accident, എനിക്ക് ഇതിൽ നിന്ന് ഒരു അപകടമൊന്നും ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് മനസ്സിലാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ it will give them contentment. അപ്പൊ ഒരു തൃപ്തി കിട്ടി. എന്താ പറയാ, ഞാൻ സേഫ് ആണ്, സെക്യൂർഡ് ആണ്, എനിക്കൊരു പ്രശ്നവും ഈ ഒരു ജോലിയിൽ നിന്നും ഉണ്ടാകില്ല, കാരണം ഞാൻ അത്രയും സേഫ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ള ഫീലിംഗ് വന്നു കഴിയുമ്പോൾ തന്നെ എന്ത് വെച്ചു, നമുക്ക് നമ്മുടെ മനസ്സിലൊരു സംതൃപ്തി അല്ലെ, ഒരു പ്ലീസിങ്, ഒരു സന്തോഷമൊക്കെ തോന്നും. മാത്രമല്ല അത് നമ്മളുടെ ആ ജോലിയോടുള്ള ആത്മാർത്ഥത, ഡിവോഷൻ എന്ന് വെച്ചാൽ ആ അർപ്പണ മനോഭാവം നമുക്ക് കൂടുതൽ വരും. ആൻഡ് ഇറ്റ് മേക്സ് us മോട്ടിവേറ്റ്, നമ്മളെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കും വീണ്ടും ആ രീതി ജോലി അങ്ങോട്ട് ചെയ്യാൻ തന്നെ. സോ എവറി എംപ്ലോയി എക്സ്പെക്ട് പ്രൊട്ടക്ഷൻ to their life. അവരുടെ ജീവനെ സംരക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് എല്ലാ എംപ്ലോയീസും ഓരോ വർക്ക് പ്ലേസിലും അവർ ആഗ്രഹിക്കുന്നതാണ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതാണ്. ഇപ്പൊ അവരുടെ എക്സ്പെക്ടേഷൻസ് വർക്കേഴ്സ് എക്സ്പെക്ടേഷൻസ് ആർ നോട്ട് മെറ്റ് ബൈ ദ ഓർഗനൈസേഷൻ. സോ അവരെന്ത് പറ്റും, അത് ആ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് എങ്കിൽ they will be contented and also they will be motivated. അവർക്ക് മോട്ടിവേഷൻ ഉണ്ട്, സ്വന്തമായിട്ട് അവര് തൃപ്തിയുണ്ട്. അതേസമയം ഇതൊന്നും ഇല്ല, അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രിക്കോഷൻസ് ഒന്നും ഇവിടെ തരുന്നില്ല, സേഫ്റ്റി ഒന്നും ഇല്ല എങ്കിൽ നേരെ തിരിച്ചായിരിക്കും കാര്യം ഉണ്ടാകുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ്, increase the employee contentment and devotion is the another importance of employee safety at workplace. Employee safe ആയിരിക്കേണ്ടതിന്റെ മറ്റൊരു പ്രാധാന്യമാണ് നമ്മളിപ്പോ കണ്ടത്, increase the employee contentment and devotion. ഒന്ന് വായിച്ചു നോക്കിയേ. അതില് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാനുള്ളതാണ്. When employees feel safe in their work environment, they feel a sense of motivation and contentment. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ പോയിന്റ്? മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയണോട്ടാ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് എന്താ? നാലാമത്തെ പോയിന്റ്, ലീഗൽ കംപ്ലയൻസ്. ലീഗൽ കംപ്ലയൻസ് മീൻസ് ഫോർ ദ ലീഗൽ എന്താ പറയാ സാങ്സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള സാധ്യതകൾക്ക് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യണം? എംപ്ലോയീസിന്റെ ഹെൽത്തിനെ അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതൊരു നിയമസാധ്യത കൂടിയാണ്. എന്ന് വെച്ചാൽ ഓരോ
ലൈഫിനും വാല്യൂ ഉണ്ട് അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് ലെവൽ തുടങ്ങി ഏറ്റവും താഴെയുള്ള വർക്കേഴ്സ്, എംപ്ലോയീസ് അല്ലെങ്കിൽ എന്താ പറയാ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്ന ആ വിഭാഗം വരെ എയർ പ്രൊട്ടക്ഷൻ പ്രോസസ്സിൽ ഡയറക്ട്ലി അതിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന ആളുകൾ വരെ ഓരോരുത്തരുടെയും ലൈഫ് എന്ന് പറയുന്നത് ആ ഒരൊറ്റ ചെറിയ ഒരു ജീവന തുടുപ്പ് തന്നെയാണ്. ഓക്കെ, അതെല്ലാവർക്കും വാല്യൂബിൾ ആണ്. സോ എംപ്ലോയി സേഫ്റ്റി ഈസ് എ ലോ to give security to the workers in their വർക്ക് premises. ഓരോ ജോലിക്കാരും അവർ ജോലി ചെയ്യുന്ന ചുറ്റുപാടില് അവർക്ക് സെക്യൂരിറ്റി കൊടുക്കണം എന്നുള്ളത് നിയമപരമായിട്ടും ഗവൺമെന്റ് അല്ലെങ്കിൽ ഓരോ നാടിന്റെയും ഓരോ സ്റ്റേറ്റിന്റെയും ഗവൺമെന്റ് തന്നെ അത് ചെയ്യുന്നത് കൺഫേം ചെയ്യുന്നുണ്ട്. എംപ്ലോയി സേഫ്റ്റി നിയമപരമായിട്ട് കൊടുക്കേണ്ടതാണ് എംപ്ലോയിക്ക് സേഫ്റ്റി. സോ അതിനു വേണ്ടിയിട്ട് എന്താ പറയാ എംപ്ലോയീസിന് സേഫ് ആണെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, നമുക്ക് പലതരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റുകളൊക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓൾസോ ലെജിസ്ലേറ്റീവ് നീഡ്സ്, അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങളൊക്കെ അവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. സോ ടു മീറ്റ് ഓൾ ദീസ് നീഡ്സ് ആൻഡ് ഓൾസോ ടു റെഡ്യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഇൻ എംപ്ലോയീസുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ചെലവുകൾ കുറയ്ക്കാനും പലതരം ആവശ്യങ്ങൾക്കും എംപ്ലോയിനെ കണ്ടന്റഡ് ആക്കാനും എംപ്ലോയിനെ തൃപ്തിയുള്ളതാക്കാനും ഒക്കെ എംപ്ലോയി സേഫ്റ്റിക്ക് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഊന്നൽ നൽകി പറയുന്ന എംപ്ലോയി സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ സേഫ്റ്റിക്ക് കാരണമാകുന്ന രീതിയിൽ ഒരുപാട് നിയമങ്ങൾ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡിഫറെന്റ് ആക്ട്സ്. പല ആക്ടുകളിലും അത് ഊന്നി പറയുന്നുണ്ട്. എംപ്ലോയീസിന്റെ സേഫ്റ്റിയെ സംബന്ധിച്ച് പല ആക്ടുകളിലും പറയുന്നുണ്ട്. ആ പല ആക്ടുകളിൽ ചിലതിന്റെ പേരുകൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, ഫാക്ടറീസ് ആക്ട് 1948 ആൻഡ് അപ്രന്റീസസ് ആക്ട് 1961. വിവിധ ഇത്തരം എന്താ പറയാ ഈ ആക്ടുകളിലൊക്കെ എംപ്ലോയീസിന്റെ സേഫ്റ്റിയെ സംബന്ധിക്കുന്ന ഒരുപാട് നിയമങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് നിയമപരമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് എംപ്ലോയീസിന്റെ സേഫ്റ്റി. എന്റെ ലൈഫിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഓരോ ഓർഗനൈസറും ഓരോ എന്റർപ്രണറും ഓരോ മാനേജ്മെന്റും തീരുമാനിക്കുന്നെങ്കിൽ ലൈഫ് സിമിലർലി ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ് ലൈഫ് ഈസ് ഓൾസോ വാല്യൂബിൾ. തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും ലൈഫും വാല്യൂബിൾ ആണ്. അതനുസരിച്ചിട്ട് വേണം അവരുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അത് നിയമസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടുകളിൽ അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാ പറഞ്ഞേക്കണേ. എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ചില ആക്ടുകളാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, ഫാക്ടറീസ് ആക്ട് 1948 ആൻഡ് അപ്രന്റീസസ് ആക്ട് 1961. ക്ലിയർ ആയോ? മനസ്സിലായോ? ലീഗൽ കംപ്ലയൻസ് മനസ്സിലായോ? ലീഗൽ കംപ്ലയൻസില് നമുക്ക് ആ ആക്ടുകളിലെ ആക്ടുകളുടെ ഒക്കെ ഇയർ വിത്ത് ഇയർ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആക്ടുകൾ ഏതൊക്കെ ആക്ടുകളാണെന്നുള്ളത് പറഞ്ഞിട്ടത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ആക്ടുകളിലാണ് ലീഗൽ കംപ്ലയൻസിന് വേണ്ടി എംപ്ലോയി സേഫ്റ്റിയെ കുറിച്ച് എന്താ പറയാ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആ പറഞ്ഞിരിക്കുന്നത്. ചെയ്തോ? അണ്ടർലൈൻ ചെയ്തോ? ചെയ്തോ? വേഗം പറയേ. ഓക്കെ, എന്താ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ? ഇവിടെ നിന്നാണോ സൗണ്ട് വന്നേ? സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. സൗണ്ട് വന്ന് നിങ്ങൾ എന്തോ പറഞ്ഞതാണെങ്കിലും ഒന്ന്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് എന്താ? വ്യവസായ ബന്ധങ്ങൾ അല്ലെ ഇംപ്രൂവ് ചെയ്യാൻ, എൻഹാൻസ് ചെയ്യാൻ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് എംപ്ലോയി ഹെൽത്ത്. എംപ്ലോയിന്റെ ഹെൽത്തിനെ സേഫ്റ്റി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എംപ്ലോയീസിന് സേഫ്റ്റി നൽകുമ്പോൾ അത് മറ്റൊരു കാര്യത്തിന് കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് നല്ലൊരു ഇൻഡസ്ട്രിയൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, ആ ഇൻഡസ്ട്രിയൽ ബന്ധങ്ങളെ ഒന്നുകൂടി ഇംപ്രൂവ്ഡ് ആക്കാൻ, ഡെവലപ്ഡ് ആക്കാൻ, എൻഹാൻസ്ഡ് ആക്കാൻ സഹായിക്കുന്നു. എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നമ്മൾ ജോലി ചെയ്യുന്ന ചുറ്റുപാടില് ഇഫ് യു ഫീൽ എ തിങ് ദാറ്റ് വി ആർ സേഫ്, നമ്മൾ സേഫ് ആണെന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു
ഫ്രണ്ട്ലിനെസ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നമുക്ക് മറ്റുള്ളവരോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാം അല്ലെ. ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു എ കോർഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്. അത് എന്തിലേക്ക് നയിക്കും, എംപ്ലോയി മാനേജ്മെന്റ് തമ്മിലുള്ള ഒരു നല്ല ബന്ധത്തിലേക്ക്, നല്ലൊരു ആത്മബന്ധത്തിലേക്ക് നയിക്കും. കാരണം മാനേജ്മെന്റിനോട് ഒരു എന്താ പറയാ, നമ്മളുടെ ജീവനെ അവർ അത്രയും വില മതിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് തന്നെ അല്ലെ. ഇന്ന ജോലി ചെയ്യുമ്പോൾ നീ ഇന്ന സേഫ്റ്റി ഇല്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നമ്മളോട് പറയുമ്പോ, ഇൻസ്ട്രക്ട് ചെയ്യുമ്പോ, വി ഫീൽ ദാറ്റ് ദ മാനേജ്മെന്റ് ഹാസ് എ വാല്യൂ ടുവേർഡ്സ് അവർ ലൈഫ്. നമ്മളുടെ ലൈഫിനെ വളരെയധികം വാല്യൂ ഉള്ളതായിട്ട് അവർ കാണുന്നു എന്നൊരു ചിന്ത അല്ലെ. അങ്ങനെയല്ലേ വരിക അല്ലെ. നീ നിന്റെ ജോലി ചെയ്ത് തീർത്തോളണം വൈകുന്നേരം വരെ, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളണം എന്ന മൈൻഡില് അവരുടെ സേഫ്റ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും പരിഗണിക്കാതെ ജോലി ചെയ്യുന്നു എന്ന് വിചാരിക്കുക അല്ലെ. നമ്മൾ പേടിച്ചും അയ്യോ ഇത് എങ്ങനെയാവോ, ഇതെങ്ങനെ ഉപയോഗിച്ചോ, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പേടിച്ചും കണ്ടൊക്കെ വൈകുന്നേരം അവിടേക്ക് എങ്ങനെയെങ്കിലൊക്കെ ജോലി ചെയ്ത് തീർക്കും. അപ്പൊ ആ ഒരു ബന്ധമില്ല. അപ്പൊ വരുമ്പോ നമ്മൾ വിചാരിക്കും, ഓ ഇത് എന്ത് മനുഷ്യരാ, നമ്മളെ കൂടെ ജയിക്കുന്നു, നമ്മളെ എത്രത്തോളം പ്രൊട്ടക്ഷൻ നമുക്ക് തരാതെ നമ്മളെ എത്രത്തോളം പേടിച്ചിട്ട് ജോലി ചെയ്യുന്നത് അവരെന്താ ചിന്തിക്കാതെ എന്ന് നമ്മുടെ മനസ്സിൽ കിടന്ന് അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിങ്സ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും അങ്ങോട്ട് മാനേജ്മെന്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. മനസ്സിലായി. പക്ഷെ ഇതെല്ലാം സേഫ്റ്റി ആയിട്ട് കൊടുക്കുമ്പോ, സേഫ്റ്റി മെഷേഴ്സ് കൊടുത്ത് അതൊക്കെ കൃത്യമായി അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ഒക്കെ ചെയ്ത് സൂപ്പർവൈസ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകുമ്പോ the employees feel that the management value our life. Management നമ്മുടെ ലൈഫിനെ വാല്യൂ ചെയ്യുന്നതും and it leads to a cordial relationship between the employee and management. അതെന്തിലേക്ക് നയിക്കും, എംപ്ലോയീസ് മാനേജ്മെന്റ് തമ്മിലുള്ള നല്ലൊരു ബന്ധം. ഓ നമ്മളുടെ ലൈഫിന് ഇത്രയും പ്രാധാന്യം ഉണ്ടോ എന്ന് കണ്ടോ, മാനേജ്മെന്റ് നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ എവറി ഓർഗനൈസേഷൻ, എവറി ഫാക്ടറീസ് ഹാവ് ടു മേക്ക് ഓർ സെക്യൂർ ദ വർക്ക് ഫോഴ്സ് ഇൻ ദയർ ഫാക്ടറി ഓർ ഓർഗനൈസേഷൻ വിത്ത് ഹെൽത്തി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി. വളരെയധികം ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായ രീതിയിൽ, സേഫ് ആകുന്ന രീതിയിൽ, സെക്യൂർ ആകുന്ന രീതിയിൽ ഓരോ എംപ്ലോയറും സേഫ്റ്റി മെഷേഴ്സ് അവരുടെ വർക്ക് ഫോഴ്സിന് കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെ കൊടുക്കുമ്പോ എന്ത് പറ്റും, എംപ്ലോയീസിന് ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാകും ആൻഡ് ഒരു മോട്ടിവേഷൻ, അവരോട് തന്നെ അവർക്ക് തന്നെ മോട്ടിവേഷൻ. ഞാൻ എന്റെ ജോലി ചെയ്യാം, എന്റെ മാനേജ്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ എന്റെ ഓർഗനൈസേഷന് വേണ്ടി, എന്റെ എംപ്ലോയർക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യണം. കാരണം അവർ എനിക്ക് എല്ലാ പ്രിക്കോഷൻസും സേഫ്റ്റി മെഷേഴ്സ് തന്നിട്ടാണ് ചെയ്യിപ്പിക്കണം. അപ്പൊ ഞാനത് ചെയ്യാനായിട്ട് വളരെ ആത്മാർത്ഥമായി ചെയ്യാനും ഞാൻ ആഗ്രഹിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ദാറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ വിൽ ഗോ ഫോർ എ ലോങ് ടൈം. അത് എന്ത് ചെയ്യും, അത്തരം ഓർഗനൈസേഷൻസ് എന്നേക്കുമായിട്ട് നിലനിൽക്കും. അതിങ്ങനെ കുറെ ദീർഘകാലം റൺ ചെയ്യും. ആ ദീർഘകാലം റൺ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി നോൺ ബൈ എവറി മെൻ ആൻഡ് വുമൻ. പബ്ലിക് ഒരുപാട് അത്തരം ഓർഗനൈസേഷനെ അറിയും. ദാറ്റ് വിൽ ഗിവ് എ ഗുഡ് ഇമേജ്. അത്തരം ഓർഗനൈസേഷന് ഒരു നല്ല പേര് അത് ഉണ്ടാക്കി കൊടുക്കും. സോ അത് ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ ഭാഗമാണ്. അപ്പൊ അതനുസരിച്ച് ഇൻഡസ്ട്രിയൽ റിലേഷൻസും എൻഹാൻസ് ചെയ്യും, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യും. ക്ലിയർ ആയോ? മനസ്സിലായോ പോയിന്റ്? ഒന്ന് വായിച്ചു നോക്കേ, വായിച്ചു നോക്ക. എന്നിട്ട് ഇപ്പോഴാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് സെക്കൻഡും സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് കേട്ടോ. ആദ്യത്തെ കുഞ്ഞു പാരഗ്രാഫ്, ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, പറഞ്ഞോട്ടെ. അടുത്ത പോയിന്റ് 6th one, formalizing the safety process and program. പറയട്ടെ, എത്തിയ എല്ലാവരും ഇവിടം വരെ? പറഞ്ഞോണ്ട് പോയപ്പോ അണ്ടർലൈൻ ചെയ്തും വായിച്ചൊക്കെ എത്തിയോ എന്നാണ് ചോദിക്കണേ കേട്ടോ. എന്റെ തമ്പൊന്നും ഇല്ലല്ലോ. ജിൻഷ, റിജി, ഓക്കെ, യെസ്, ഓക്കെ. നിങ്ങളൊന്ന് എസ് ഇടന്തോ അല്ലെങ്കിൽ തമ്പിടെന്തോ കാണുമ്പോഴാണ് ഞാനൊന്ന് അടുത്തേക്ക് പോകണേ. കുറച്ചുപേര് ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ഇവിടെ വിസിബിൾ അല്ലാത്തവര് ഇടുന്നുണ്ട്. പക്ഷെ നമുക്ക് നോട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിരുന്നത് കൊണ്ട് കാണില്ല. അപ്പൊ ആരെങ്കിലും കുറച്ച് പേര് പെട്ടെന്ന് തമ്പിടുമ്പോഴാണ് നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് പോകുക കേട്ടോ. യെസ്, ഫോർമുലൈസിംഗ് സേഫ്റ്റി പ്രോസസ് ആൻഡ് പ്രോഗ്രാം. ഇനി
എംപ്ലോയി സേഫ്റ്റിയുടെ മറ്റൊരു കാര്യമാണ് to provide constant awareness, safety awareness programs to the employees. അതായത് ഒരു നല്ലൊരു സേഫ്റ്റി സിസ്റ്റം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏത് ബിസിനസ് ഓർഗനൈസേഷൻസും എന്താ പറയാ ഇത്ര ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവര് ആ പ്രിക്കോഷൻസ് എടുക്കാതെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതെ ജോലി ചെയ്താൽ ഉണ്ടാകാവുന്ന ആപത്തുകളും അപകടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വരച്ചു കാട്ടുന്ന അല്ലെങ്കിൽ ചിത്രീകരിച്ച് കാട്ടുന്ന ചില പ്രോഗ്രാമുകൾ, അവയർനെസ് പ്രോഗ്രാമുകൾ അവിടെ സംഘടിപ്പിക്കുക. അപ്പൊ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ പറയുന്നത് എന്തിനാ? സേഫ്റ്റി മെഷേഴ്സ് എടുത്താൽ നമുക്ക് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാം, അപകടങ്ങൾ ഒഴിവാക്കാം, അല്ലെ നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉണ്ടാക്കാം, എംപ്ലോയീസിന് അവരവരുടെ മനസ്സിന് സംതൃപ്തി കൊടുക്കുന്ന രീതിയിൽ, മോട്ടിവേറ്റഡ് ആക്കുന്ന രീതിയിൽ ഒക്കെ ജോലി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള കുറെ പോസിറ്റീവ്സ് ഉണ്ട്. ഇഫ് ദ എംപ്ലോയീസ് ആർ സേഫ് ഇൻ ദയർ വർക്ക് പ്ലേസിൽ ഇവരെല്ലാം സേഫ് ആണെങ്കിലാണ് ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. അപ്പൊ ആ പോസിറ്റീവ്സ് വരച്ചു കാട്ടുകയും അതോടൊപ്പം തന്നെ അത് ഇല്ല എങ്കിൽ ഈ എന്താ പറയാ നമ്മൾ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് കെയർലെസ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകാവുന്ന ആക്സിഡൻസ് അങ്ങനെയൊക്കെ കാണിക്കുന്ന ചില സേഫ്റ്റി പ്രോഗ്രാമുകൾ, അവയർനെസ് പ്രോഗ്രാം, ബോധവൽക്കരണ പ്രോഗ്രാമുകൾ എംപ്ലോയീസിന്റെ ഇടയിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ കാണിക്കുക. അവരതിന് വേണ്ടിയിട്ട് അവരെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. അതും ഒരു സേഫ്റ്റി, എംപ്ലോയീസിന് സേഫ്റ്റി കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? കോൺസ്റ്റന്റ് ആയിട്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനത്തെ പ്രോഗ്രാമുകൾ കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് പറ്റും? നമുക്ക് പല അപകടങ്ങളും ഉണ്ടാകും. സോ യു ഹാവ് ടു യൂസ് പ്രിക്കോഷൻസ് whatever it is given. ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന എല്ലാ പ്രിക്കോഷൻസും മുൻകരുതലുകളോടും കൂടി വേണം ജോലി ചെയ്യാനുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇടയ്ക്കിടയ്ക്കുള്ള അവയർനെസ് ക്ലാസ്സുകളോ അവയർനെസ് പ്രോഗ്രാംസോ അത് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? ഫോർമലൈസിംഗ് സേഫ്റ്റി പ്രോഗ്രാംസ് ആൻഡ് പ്രോസസ് മനസ്സിലായോ? മനസ്സിലായോ? യെസ് ഓർ നോ? യെസ്, ഓക്കെ. യെസ്, അടുത്തത് ആറാമത്തെ പോയിന്റ് ആണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറയുന്നത് ലാഗ് ആയിട്ടാണോ നിങ്ങളിലേക്ക് എത്തുന്നത്? എന്തെങ്കിലും ലാഗ് ഉണ്ടോ? ക്ലാസ് എടുത്തിട്ട് കുറച്ചധികം സമയം 2 സെക്കൻഡ് 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് റിപ്ലൈ വരുന്നത്. അപ്പൊ എന്തെങ്കിലും ലാഗ് ഉണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, യെസ്. Then അടുത്തത് എന്താ? Improves productivity. See, if the employees are safe and secured in the workplace, അതായത് വളരെയധികം സേഫും സെക്യൂർഡും ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ അത്തരം ഒരു പ്ലാന്റിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത്തരം പല രീതിയിലുള്ള പ്രൊഡക്ഷൻസ് മറ്റും നടക്കുന്ന വലിയൊരു ഏരിയ, അതിനാണ് നമ്മുടെ പ്ലാന്റ്. അപ്പൊ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് they can work more efficiently. അവിടെയുള്ളവർക്ക് എന്താണ്? സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്, എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ജോലി അവർക്ക് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എഫിഷ്യന്റ് ആയിട്ട് ഇഫ് ദ എംപ്ലോയീസ് വർക്ക്, എംപ്ലോയീസ് ജോലി ചെയ്യുന്നത് വളരെ എഫിഷ്യന്റ് ആണെങ്കിൽ, ഇഫക്റ്റീവ് ആണെങ്കിൽ, ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്ടിവിറ്റി. എന്ത് പറ്റും? ഉത്പാദനക്ഷമത കൂടും. അല്ലെ, ഞാനിപ്പോ ഇവിടെ പേടിച്ചിരുന്ന് അയ്യോ ഈ സാധനം എന്തെങ്കിലും പറ്റുമോ, ഇത് വെച്ച് ഹാൻഡിൽ ചെയ്ത് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് ഒന്നും പറ്റാനില്ല. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. നമ്മളിപ്പോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജോലിയിൽ അയ്യോ ഇത് ഉപയോഗിച്ചാൽ എന്തെങ്കിലും ഉണ്ടാവോ, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പേടിച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ പേടിച്ചാകുമ്പോൾ പതുക്കിയാകും ചെയ്യുക. അപ്പൊ എഫിഷ്യന്റ് ആയിട്ടില്ല, എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നില്ല, നമ്മളെ 100% നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മുടെ പേടി അല്ലെ, ഫിയർഫുള്ള് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയാണ് ചെയ്യുന്നത്. സോ എംപ്ലോയീസ് അത് സമയം സേഫ് ആണ്, സെക്യൂർഡ് ആണ്. whatever they can do with that machinery, they can operate well. അവർക്ക് വളരെ നന്നായി അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ അത്തരം മെഷീൻസിനെ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, കൂടുതൽ എൻഹാൻസിങ് അല്ല നല്ല രീതിയിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വർക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എംപ്ലോയീസിന്റെ. അല്ലെ, ഉള്ള ജോലിനെ തന്നെ അവർക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇതൊക്കെ എന്താണ്, അങ്ങനെ വരുമ്പോൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ അയ്യോ ഭയങ്കര ആൻസൈറ്റി ആയിട്ട്, അതായത് അയ്യോ പേടിയോടെ അല്ലെങ്കിൽ ഭീതിയോടെ ഒന്നും ചെയ്യേണ്ടി വരില്ല. ഇതൊക്കെ ഇല്ലാതാക്കാനായിട്ട് സെക്യൂരിറ്റിയും അതുപോലെ തന്നെ സേഫ്റ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് എംപ്ലോയീസിന്. അത് എല്ലാം കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും വളരെ എഫിഷ്യന്റ് ആകും. എഫിഷ്യന്റ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടും. പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ ആ എന്താ പറയാ ഓർഗനൈസേഷന്റെ ഇമേജ് വർദ്ധിക്കും. ഇമേജ് വർദ്ധിച്ചാൽ അവർക്ക് നല്ല രീതിയിൽ ആളുകളിൽ നിന്നൊക്കെ എന്താ പറയാ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും അതുപോലെ തന്നെ എന്താ പറയാ പ്രൊഡക്ടിവിറ്റി ഇമേജും ഒക്കെ കൂടുമ്പോൾ അത് എംപ്ലോയീസിനും അതുപോലെ തന്നെ മാനേജ്മെന്റിനും ഒക്കെ വളരെയധികം എന്താ പറയാ ഒരു പോസിറ്റീവ് ഇതാണ് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം,
കൊടുക്കണം എംപ്ലോയീസിന്. ഓരോ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് സേഫ്റ്റി മെഷേഴ്സ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ? ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. മനസ്സിലായോ? യെസ്, ഒന്ന് വായിച്ചു നോക്കിയേ ആ ഒരു പോയിന്റ്. വായിച്ചു നോക്കിയല്ലോ. And the last one, last point ആണ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസിലെ അവസാനത്തെ പോയിന്റ് ആണ് ബൂസ്റ്റ് എംപ്ലോയി മൊറേൽ. എംപ്ലോയീസിന്റെ മൊറേൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് വീണ്ടും മറ്റൊരു രീതിയിലും അവർ പറഞ്ഞിരിക്കുകയാണ്. എംപ്ലോയി സേഫ്റ്റി ഈസ് വാല്യൂഡ്. എംപ്ലോയീസിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സേഫ്റ്റി എന്ന് പറയുന്നത് കൂടുതൽ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് മേഖലകളിൽ നിന്ന് നോക്കിയാലും എംപ്ലോയീസിന്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഇഫ് സംതിങ് ഹാപ്പൻസ് സച്ച് ആസ് ആക്സിഡന്റ്സ് ഓർ എനിത്തിങ്, ഇറ്റ് വിൽ ലീഡ് ടു പെയിൻ ആൻഡ് ഓൾസോ സഫറിങ്സ്. എന്തെങ്കിലും ആക്സിഡന്റുകളോ എന്തെങ്കിലും ഇൻസിഡന്റുകളോ ഓർഗനൈസേഷനിലെ ഈ എംപ്ലോയീസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ സംഭവിച്ചു പോയാൽ അത് എന്നേക്കും ഒരു വേദനയും യാതനയും ആയിട്ടിരിക്കും അല്ലെ. ചിലപ്പോ ആ ഒരു ആൾക്ക് അതിന് എന്താ പറയാ ഇരയാകേണ്ടി വന്ന ആ വിക്ടിമില്ലേ, ആ എംപ്ലോയിക്ക്, ആൾക്ക് മാത്രമല്ല ആളുടെ ഫാമിലിക്കും ഒക്കെ അതൊരു വലിയ തീരാ നഷ്ടമോ തീരാ ദുഃഖമോ ഒക്കെ ആയിട്ട് കുറെ കാലം ചില ഇതുപോലെയുള്ള ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്തിട്ട് ആവശ്യത്തിന് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാതെ എന്താ പറയാ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം വന്നു, ബെഡ്രിഡനായി പോയി, പിന്നെ നീന്തോട്ട് നടങ്ങാൻ പറ്റാതെയൊക്കെ ആയിപ്പോകുന്ന ഒത്തിരി ആളുകളെ കുറിച്ച് നമ്മൾക്ക് തന്നെ പരിചയമുള്ളവരൊക്കെ തന്നെ ഉണ്ടാകും ചുറ്റുവട്ടത്ത് അല്ലെ. സോ ഇതിനൊക്കെ കാരണം നമ്മൾ ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ അത്തരം കാരണങ്ങളെ നമ്മൾ ഇല്ലാതാക്കി വേണം ഓരോ ഓർഗനൈസേഷനും ആളുകളെ ജോലി ചെയ്യും. സോ അത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് വേദനിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ? ഇല്ല. അത്തരം വേദനയും ദുഃഖമൊക്കെ എന്നേക്കും അവർ നിൽക്കും അല്ലെ. ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരിക്കാം ചിലപ്പോ ഈ പറയുന്ന കിടപ്പിലായി പോയത്, എന്തെങ്കിലും അപകടം ആ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പിന്നെ കരകയറി പോരാൻ പറ്റുക? അത് ഇച്ചിരി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതൊക്കെ ഇല്ലാതിരിക്കാൻ എംപ്ലോയി സേഫ്റ്റി ആദ്യമേ തന്നെ എടുക്കുക. സോ മാനേജേഴ്സ് ഹാവ് ടു എൻഷുർ ദാറ്റ് ദീസ് എംപ്ലോയീസ് ആർ നോട്ട് എക്സ്പോസ് ടു ദെയർ സഫറിംഗ്. ഇത്തരം യാതനകൾക്കും വേദനകൾക്കും തങ്ങളുടെ എംപ്ലോയീസിന് വിട്ടു കൊടുക്കില്ല എന്ന് മാനേജേഴ്സ് എപ്പോഴും അവര് മേക്ക് ഷുവർ ചെയ്യണം, ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഒരു ഇത് നമ്മളുടെ ഓർഗനൈസേഷനിൽ വേണ്ടിയില്ല. അത് എൻഷുർ ചെയ്യേണ്ടത് മാനേജേഴ്സിന്റെ മാനേജ്മെന്റിന്റെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതുപോലെ തന്നെ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ എംപ്ലോയീസും ഏതെങ്കിലും ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ ബ്രെഡ് ഏണറാണ് എന്ന് വെച്ചാൽ എന്താ, ബ്രെഡ് ഏണർ എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രെഡ് ഏണേഴ്സ് പറഞ്ഞാൽ എന്താ? അതായത് ആ വീട്ടിലെ അന്നം കൊണ്ടുവരുന്ന ആളാണ്. അന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ബ്രെഡ് എന്ന് പറയുന്നത് അന്നമാണ്. അതായത് ആ വീട്ടിലെ ആളുകളുടെ അവിടെയൊക്കെ മെമ്പേഴ്സ് ഉണ്ട്, അവരെയൊക്കെ എന്താ പറയാ ഭക്ഷണം പ്രൊവൈഡ് ചെയ്ത് 3 or 4 നേരമൊക്കെ ഫുഡ് കൊടുത്ത് അവരെ സംരക്ഷിക്കേണ്ട ആളുകളാണ് ഈ പറയുന്ന ഓരോ ഓർഗനൈസേഷനിലും ജോലി ചെയ്യുന്ന വർക്കേഴ്സ്. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിൽ പോറ്റാണ്. അങ്ങനെ കുടുംബം പോറ്റുന്നവർ തന്നെയാണ് ഓരോ എംപ്ലോയീസും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് മാനേജ്മെന്റ് മനസ്സിലാക്കണം. അപ്പൊ ഈ ആള് വരുന്നത് ഒരു വീട്ടിൽ നിന്നാണ്. ആ വീടിനെ പല രീതിയിലും സപ്പോർട്ട് ചെയ്യേണ്ടത്, എസ്പെഷ്യലി ഫുഡിന് കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? ഈ വരുന്ന ആളാണ്. അപ്പൊ അവരുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കണം. സോ അവരുടെ ഫാമിലിക്കും അതുപോലെ തന്നെ ഫാമിലിയുടെ വെൽഫെയറിന് അവരുടെ ക്ഷേമത്തിനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? മാനേജ്മെന്റ് കൂടി അങ്ങനൊരു തീരുമാനത്തിലേക്ക് വരണം. ആൻഡ് ഓൾസോ they have to protect the life of the workers for their well-being. അവരുടെ നന്മയ്ക്ക് വേണ്ടി, വർക്കേഴ്സിന്റെയും അവരുടെ ഫാമിലീസിന്റെ ഒക്കെ നന്മയ്ക്ക് വേണ്ടി മാനേജ്മെന്റ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അത്തരം പ്രിക്കോഷൻസ്, സേഫ്റ്റി മെഷേഴ്സ് എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ക്ലിയർ ആയോ? ബൂസ്റ്റ് എംപ്ലോയി മൊറേൽ എന്ന് പറയുന്ന പോയിന്റ് ക്ലിയർ ആയോ? മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് ഉണ്ട്. ആ ലാസ്റ്റത്തെ 2 സെന്റൻസ് ആണ്. മാനേജേഴ്സ് നീഡ് ടു എൻഷുർ ദാറ്റ് their employees are not exposed to sufferings. അതുപോലെ തന്നെ അതിന്റെ അടുത്ത സെന്റൻസും, വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ഫാക്ടറീസ് ആർ യൂഷ്വലി ബ്രെഡ് ഏണേഴ്സ് ഓഫ് their families and the welfare and the joy of their family depends on their well-being. ഈ വരുന്ന ജോലിക്കാരന്റെ എന്താ പറയാ നന്മ, അല്ലെങ്കിൽ ആള് നല്ലതായിരുന്നാൽ മാത്രമാണ് ഫാമിലിയും
സന്തോഷത്തിലും നന്മയിലും. അപ്പൊ ആളുകളുടെ ജീവൻ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കും. ദാറ്റ്സ് ഓൾ. ആ 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Okay, so that was the end of the chapter. ചാപ്റ്ററിന്റെ അവസാനമായിരുന്നു നമ്മൾ പഠിച്ച ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയി ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് എംപ്ലോയി സേഫ്റ്റി. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു മൊഡ്യൂളാണ് നമ്മൾ പഠിച്ചു തീർത്തത്. ക്ലിയർ ആയോ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗ്രീവൻസ് ഹാൻഡ്ലിങ്ങും ഡിസിപ്ലിന്റെ തന്നെ ഓപ്പോസിറ്റ് മിസ്കണ്ടക്ട്, ഇൻഡിസിപ്ലിൻ അല്ലെ, എന്തുകൊണ്ട് എംപ്ലോയീസ് ചിലപ്പോൾ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, അതിന്റെ കാരണങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ അത് കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത ഒരു ചാപ്റ്റർ നമുക്ക് അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഏതാ ചാപ്റ്റർ ബാക്കിയുള്ള? ഇനിയിപ്പോ എടുക്കാനായിട്ട് ബാക്കി നിൽക്കുന്ന ഒരു ചാപ്റ്ററേ ഉള്ളൂ. ബാക്കിയെല്ലാം എടുത്തോണ്ടിരിക്കുന്നുണ്ട്, ഓൺഗോയിങ്ങിൽ എടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. അതല്ലാതെ നമുക്ക് ഒരു ഇത്തിരി പോലെ ഒരു ടച്ച് ചെയ്യാത്ത ഒരു ചാപ്റ്റർ ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് 4th ചാപ്റ്റർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എന്താ പേര്? ടാലന്റ് മാനേജ്മെന്റ്. ചാപ്റ്റർ നമ്പർ 4 ആണ് അല്ലെ? ഓക്കെ, ചാപ്റ്റർ നമ്പർ 4. നമുക്ക് അടുത്ത ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നാളെയാണ് പരീക്ഷ. പരീക്ഷയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ അറിയാലോ അല്ലെ? പറഞ്ഞു തന്നിട്ടില്ലേ? കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടോ? പരീക്ഷയാണെന്ന് കുറച്ചുപേര് അറിയാത്തവരുണ്ടെങ്കിൽ അല്ലേ? നാളെ ഇല്ലേ? 11th, അതെ. 11ാം തീയതി പരീക്ഷയുണ്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ടോപ്പിക്സ് ഒക്കെ ഏതൊക്കെയാണ്. ചാപ്റ്റർ അറിയാമോ? ഒന്ന് പറയാമോ? ചാപ്റ്റർ അറിയാമോ? പറയേ. 1, 2 and 3. 1 ഉം 3 ഉം കംപ്ലീറ്റ് ആണ്. കാരണം നമുക്കറിയാം രണ്ടും ചെറിയ ചാപ്റ്റേഴ്സ് ആണ് കമ്പയർഡ് ടു സെക്കൻഡ്സ്. രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ 1ഉം 3ഉം ചെറുതാണ്. 3 തീരെ ചെറുതാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇച്ചിരി ചെറുതാണെങ്കിലും അതിനകത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. ഓക്കെ, 3 ട്രെയിനിങ് ആയിട്ടാണല്ലോ, അധികമില്ല. യെസ്, അപ്പൊ ഇനി അതിനകത്ത് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ. സച്ച് ഗുഡ് ചാപ്റ്റർ ആണ്, ഏറ്റവും വലിയ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അത് കംപ്ലീറ്റഡ് ആയിട്ടില്ല എങ്കിലും എടുത്തിരിക്കുന്ന പോർഷൻ എവിടെ വരെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ വരെ നിങ്ങൾ പഠിക്കുക. വളരെ ആ മോക്ക് ടെസ്റ്റുകളിൽ തന്നിരുന്ന ക്വസ്റ്റ്യൻസ്, പിന്നെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ കൃത്യമായിട്ടൊക്കെ വായിച്ച് നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇത് നമുക്കൊരു മോഡൽ അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ട്രയൽ പോലെയൊക്കെയാണ് എങ്കിലും ഇമ്പോർട്ടൻസ് ടു അതിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. വെറുതെ പോയിരുന്നിട്ട് എന്താ പറയാ, ഇത് ഓൺലൈൻ എക്സാം ആണ്, അതിന്റെ ആ ഒരു എന്താ പറയാ, ഇതവിടെ നമ്മളിരുന്ന് പരീക്ഷ എഴുതുന്നത്. പരീക്ഷ എഴുതുമ്പോ ഏത് പരീക്ഷയും അത് നമ്മൾക്ക് വേണ്ടി ഒരു പരീക്ഷണമാണ് എന്ന് തന്നെ മനസ്സിലാക്കി മറ്റു ഒന്നും ശ്രദ്ധിക്കാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് എഴുതി മാർക്ക് വാങ്ങിക്കാം. സോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ മാർക്കോ അല്ലെങ്കിൽ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് എനിക്ക് പറ്റിയത് അല്ലെങ്കിൽ എവിടെയാണ് പോയത് എന്നുള്ളത് മനസ്സിലാക്കി പിന്നീട് അത് മേക്കപ്പ് ചെയ്ത് എന്ത് ചെയ്യാം, അത്തരം പോരായ്മകൾ ലിമിറ്റേഷൻസിനെ ഒക്കെ ഒഴിവാക്കി നമുക്ക് ഒന്നുകൂടി നന്നായി ബെറ്ററായിട്ട് മെയിൻ എക്സാം കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ അതിന് വേണ്ടി കൂടിയുള്ള ഒരു കാര്യമാണെന്ന് ഓർക്കുക. അപ്പൊ നന്നായി വായിച്ചൊക്കെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ നമ്മളിങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്, വെറുതെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒറിജിനൽ എക്സാം അല്ലേന്ന് ചോദിച്ചാൽ ശരിക്കുള്ള എക്സാം ആണോ, സർട്ടിഫിക്കറ്റ് എക്സാം ആണോ എന്നാണോ ചോദിക്കുന്നത്? അതായത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു എക്സാം ആണ് നടത്തുന്നത്, മനസ്സിലായോ? അപ്പൊ അത് ഒരു മോഡൽ എക്സാം ആണ്. ഫൈനൽ എക്സാമിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു മോഡൽ എക്സാം ആണ് ഈ നടത്തുന്നത്. ഓക്കെ, മോഡലാണ് മോഡൽ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻസ് വരിക? മോക്ക് ടെസ്റ്റിന്റെ അതേ രീതി തന്നെ, പക്ഷെ മോക്ക് ടെസ്റ്റ് അല്ല, അല്ലാതെയുള്ള ഒരു പരീക്ഷയാണ്. ഓക്കെ,
മോക്ക് ടെസ്റ്റ് ഡെയിലി തരുന്നതല്ലേ അല്ലെ? 5 ക്വസ്റ്റ്യൻ വെച്ച് എല്ലാ ദിവസവും തരുന്നതല്ലേ? അതല്ല, അല്ലാതുള്ളൊരു പരീക്ഷയാണ്. 11-ാം തീയതി നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നിരുന്നോ? അതിന്റെ ചിലര് കാണാത്ത പോലെ ചോദിക്കണേ, മോക്ക് ടെസ്റ്റ് ആണോ എന്ന് ചോദിക്കണ്ടല്ലോ. ടൈം ടേബിൾ തന്നോ പരീക്ഷയുടെ? ഒരു സമയമൊക്കെ തന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇൻഫർമേഷൻ വന്നില്ലേ? യെസ്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അതിന്റെ ആ പരീക്ഷയുടെ ആ ഒരു സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, മോക്ക് ടെസ്റ്റ് നമ്മളിപ്പോ ടെസ്റ്റ് എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അവിടെ നോക്കി എഴുതും. നോക്കാതെ നമ്മൾ പഠിച്ച് വെക്കുക. ഇന്നിപ്പോ സമയമൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കി പഠിച്ചൊക്കെ വെച്ച് ഇന്ന് മാത്രമല്ല, ഇന്നോ ടൈം ടേബിളൊക്കെ തന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവും. അപ്പൊ അന്ന് തുടങ്ങി നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നുണ്ടാവും. 3 ചാപ്റ്ററിൽ ആകെ ഉള്ളൂ. അതൊക്കെ ഒന്ന് വായിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടാവും. അതനുസരിച്ച് പരീക്ഷ കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വെറുതെ ഒരു ചെറിയ കുഞ്ഞു മോട്ടിവേഷൻ ഞാൻ തന്നതാ. അത്രേ ഉള്ളൂ. വെറുതെ സമയം പോകണ്ട. പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. ആ ഒരു 4th ചാപ്റ്റർ ആണ് നമുക്ക് ഇനി പെൻഡിങ് ആയിട്ടിരുന്നത്. അത് കൂടെ തുടങ്ങാണ്. അതിപ്പോ ചിലപ്പോ തുടങ്ങിയിട്ട് എനിക്ക് ക്ലാസ്സുകൾ അനുസരിച്ച് ചിലപ്പോൾ എന്നെ കൊണ്ട് തീർക്കാൻ പറ്റും. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ളവരുടെ ചാപ്റ്റേഴ്സ് തീർന്നിട്ടില്ലെങ്കിൽ അവിടെ തീർക്കട്ടെ. ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ടാലന്റ് മാനേജ്മെന്റ്. ടാലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിവാണ് അല്ലെ? സി, all have same talent or skill? I'm asking you a question. We have same talent or skill? നമുക്കെല്ലാവർക്കും ഒരേ കഴിവും അല്ലെ ആണോ ഉള്ളത്? എല്ലാ മനുഷ്യർക്കും അല്ല. ഡിഫറെന്റ് ടാലന്റ്, ഡിഫറെന്റ് സ്കിൽസ് അല്ലെ? പല സ്കിൽസും പല ടാലന്റുകളും എല്ലാവർക്കും ഓരോ രീതിയിലുള്ള സ്കില്ലും ടാലന്റും ഒക്കെ ഉണ്ട്. ഇൻബോൺ നമ്മൾ ജനിച്ചപ്പോഴേക്കും ഉണ്ട്. പക്ഷെ നമ്മളിതൊന്നും ചിലര് ഇങ്ങനെ പുറത്തേക്ക് എടുക്കില്ല അല്ലെ? പിള്ളേരുടെ ഭാഷയിലൊക്കെ പറയാം, ഇൻട്രോവേർട്ട് ആയിട്ട് ഇങ്ങനെ കൂട്ടി അതൊക്കെ ചെയ്താൽ മറ്റുള്ളവരെ വിചാരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിക്കും അല്ലെ? അത് എല്ലാ മേഖലകളിലും ഉണ്ട്. ഇഫ് യു ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഇഫ് യു ആർ വർക്കിംഗ് ഇൻ ആൻ ഓഫീസ്, അല്ലെങ്കിൽ ഇഫ് യു ആർ എ ടീച്ചർ, ഇഫ് യു ആർ എനി അതർ സർവീസ് മാൻ, അതായത് ഏതെങ്കിലും രീതിയിൽ സേവനം അനുഷ്ഠിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവിടെയൊക്കെ പ്രകടമാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ടാലൻസ് ഓരോരുത്തർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. സോ അതൊക്കെ എപ്പോഴാണ് സം പീപ്പിൾ ഗെറ്റ് സം ഓപ്പർച്യൂണിറ്റീസ്, അതുപോലുള്ള അവസരങ്ങൾ, അത്തരം കാര്യങ്ങൾ പ്രകടമാകാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ചില ആളുകൾ അതങ്ങനെ എക്സ്പോസ് ചെയ്ത് അതിങ്ങനെ അഡ്വേഴ്സ് ചെയ്ത് ഞാൻ പുറത്തേക്ക് വരും. അത്തരം കാര്യം ഇത്രയധികം കഴിവുള്ള ആളാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് ആ ഒരു അവസരം കിട്ടുമ്പോഴാണ് മനസ്സിലാകുക. അപ്പൊ അത്തരം അവസരങ്ങൾ നമുക്ക് കിട്ടുന്ന ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് ആക്കുക. നമ്മുടെ ടാലന്റ് ഷുഡ് ബി എക്സ്പോസ്ഡ്. നമുക്ക് പ്രകടമാക്കേണ്ടതാണ് എന്ത് ടാലന്റ് ഉണ്ടെങ്കിലും. അല്ലാണ്ട് എനിക്കൊരു കഴിവുണ്ട് ഞാൻ അവിടെ വെച്ചോണ്ടിരിക്കട്ടെ, എന്താ ഞാൻ ആരെയും കാണിച്ചു, അങ്ങനെ ആവരുത്. നമ്മളത് പ്രകടമാക്കണം. പ്രകടമാക്കുമ്പോഴാണ് നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് പല അവസരങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നുള്ളൂ അല്ലെ? നമ്മൾ ഈ കോഴ്സ് ഒക്കെ പഠിച്ച് HR എന്ന് പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചു. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി ജോലിക്ക് റിക്രൂട്ട് ആകുന്നത് മുതൽ അതിനേക്കാളും തൊട്ട് മുന്നേ തുടങ്ങുക റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിന് പ്രീ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ ഉണ്ട്. റിക്രൂട്ട്മെന്റിന് തൊട്ട് മുന്നേ നടക്കുന്ന ചില പ്രൊസീജിയേഴ്സ് അവിടെ നിന്ന് തുടങ്ങി വെൻ എംപ്ലോയി റിട്ടയർ ഫ്രം ദ ഓർഗനൈസേഷൻ, ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുന്നത് വരെ ഈ വർക്ക് ഫോഴ്സുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ നടക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു ഓരോ മൊഡ്യൂൾസിന്റെ ഹെഡിങ്ങിൽ തന്നെ. ഇതെല്ലാം ഈ HR മാനേജേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ടത്. സോ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ടാലന്റ് നമുക്ക് കിട്ടണം അല്ലെ? അപ്പൊ ആ കഴിവുകളെല്ലാം നമുക്ക് കിട്ടണം. പഠിക്കുന്നതോടൊപ്പം തന്നെ അത്തരം കഴിവുകൾ ഉണ്ടെങ്കിൽ അതുകൂടി പുറത്തേക്ക് നമ്മൾ വികസിപ്പിച്ചെടുക്കണം. Okay, എന്നാലാണ് when you get an opportunity to work in an organization as an HR manager, so you can expose your talents, skills, അങ്ങനെയുള്ള കഴിവുകൾ നമുക്ക് പുറത്തേക്ക് പ്രകടമാക്കി കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോട്ട് ഓൺലി ദിസ് തിയററ്റിക്കൽ നോളജ്, നമുക്ക് ആവശ്യമായത് ഈ തിയറി ആയിട്ട് നമ്മൾ പഠിച്ച തിയററ്റിക്കൽ നോളജ് മാത്രം പോരാ അല്ലെ? മറ്റ് പലതരത്തിലുള്ള ടാലന്റുകളും സ്കില്ലുകളും നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം. സോ അതിന് ഒരു ഡീപ്പ് നോളജ് ആവശ്യമുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട്സിനെ കുറിച്ചിട്ട് ഒരു ഡീപ്പ് നോളജ് കൂടി ആവശ്യമുണ്ട്. വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി എന്നത് മാത്രമാകരുത് നമ്മളുടെ ഗോൾ, നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. യു ഹാവ് ടു എയിം അല്ലെ? നമ്മൾ ഒരു എന്താ പറയാ കംപ്ലീറ്റ് എയിമിംഗ് ഉണ്ടാവണം. പരീക്ഷയിൽ ജയിക്കണം, സർട്ടിഫിക്കറ്റ്സ് നേടണം, ആൻഡ് ആഫ്റ്റർ ഓൾ ഇതിനെല്ലാം പുറമെ ഞാനൊരു നല്ല HR മാനേജർ ആയിട്ട് മാറണം. അതിനുള്ള കഴിവ് ഇതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കണം.
അല്ലെ? ഇന്ന കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടേ. അപ്പൊ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ നോട്ട്സ് നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യും. എന്ത് കാര്യം പഠിക്കുമ്പോഴും തിയറി പ്ലസ് പ്രാക്ടിക്കൽ അല്ലെ, അതാണ് ഒരു നല്ല റിസൾട്ട് തരിക. ആണോ? അങ്ങനെയല്ലേ? ടീച്ചേഴ്സ് ആകാൻ പഠിക്കുന്നുണ്ട് അല്ലെ? ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് TTC, B.Ed, പിന്നെ വേറെ എന്തൊക്കെയോ ഇപ്പൊ കൂടുതലൊക്കെ വന്നിട്ടുണ്ട്, D.Ed എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ്, ഇതൊക്കെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓരോരോ ലെവലില് ഓരോരോ പ്രത്യേക വിഭാഗങ്ങളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടീച്ചേഴ്സിന്റെ കോഴ്സ് പഠിക്കുന്നത്. ഇത് മാത്രം അവര് എന്താ പറയാ ഇത്തരം കോളേജസിലൊക്കെ പോയിട്ട് പഠിക്കുന്നു. ആ ഒരു നോളജ് മാത്രം കൊണ്ട് കുട്ടികളുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല, സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് അവർക്കൊരു 3 months 6 months ഒക്കെ ട്രെയിനിങ് പ്രൊസീജിയേഴ്സും ഉണ്ട് അല്ലെ? അപ്പൊ വിത്തൗട്ട് പേയ്മെന്റ്, അതായത് ജോലി ചെയ്യുന്നത് പോലെ തന്നെ ക്ലാസ്സുകളിൽ ഇന്ന ക്ലാസ്സുകളിൽ ക്ലാസ് കൊടുക്കുന്നു. ഇപ്പൊ UP സെക്ഷനിലാണെങ്കിൽ അവിടെ ടീച്ചേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. അവിടെ പോയിട്ട് സ്കൂളുകളിൽ ഓരോ ടോപ്പിക് കൊടുത്ത് അവരത് പഠിപ്പിക്കുന്നു അല്ലെ? ആസ് എ റെഗുലർ ടീച്ചർ പോലെ തന്നെ ട്രെയിനിങ്ങിന്റെ വിഭാഗം ആ ഒരു ഇതിൽ അവർ പോയി പഠിപ്പിക്കുന്നു. അപ്പൊ ആ ട്രെയിനിങ് കൂടി പ്ലസ് അതും കൂടി കിട്ടുമ്പോഴാണ് ഒരു നല്ലൊരു ടീച്ചറായിട്ട് മാറുന്നത്. ചിലപ്പോ 1 മാസമായിരിക്കാം, ചിലപ്പോ 3 മാസമായിരിക്കാം, 6 മാസമായിരിക്കാം. അത് അതിന്റെ ഇതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ ചില കോളേജസ് ഒക്കെ 6 മാസത്തെ ട്രെയിനിങ് മതി, ചിലർ 1 year ട്രെയിനിങ് കൊടുക്കും. ഇതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ ചെറിയ എന്താ പറയാ അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ അല്ലെ, CBSE പോലെയുള്ള സ്കൂളുകളിലൊക്കെ ജോലി ചെയ്യുന്നു. എന്നിട്ട് അവിടുത്തെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മറ്റ് നെറ്റും അങ്ങനെയൊക്കെ കുറെ എന്താണൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് PSY അപ്ലൈ ചെയ്ത് നമുക്ക് ജോലി കിട്ടുന്നത്. ഒരുപാട് കടമ്പകൾ കടക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും എന്ത് തരത്തിലുള്ള സേവനം നമ്മൾ ചെയ്യുമ്പോഴും അതിന് ഒരു പ്രാക്ടിക്കൽ നോളജ് നമുക്ക് ആവശ്യമുണ്ട്. സോ ആ ഒരു പ്രാക്ടിക്കൽ നോളജിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇത് ബിക്കംസ് എ സ്കിൽ. അതൊരു ടാലന്റ് ആകുന്നു, ഒരു സ്കില്ലായി മാറും. ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് രണ്ട് ടോപ്പിക് ആയിട്ടാണ് ഇത് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ടാലന്റ് മാനേജ്മെന്റ് ആണ്. എന്താണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? It is the skill of attracting highly qualified or highly skilled workers. അതായത് നല്ല സ്കില്ലുള്ള നല്ല കഴിവുകളുള്ള വർക്കേഴ്സിനെ കണ്ടുകഴിയും എന്ന് വെച്ചാൽ എന്താ പറയാ തേടിപ്പിടിക്കുക. അവർ ടാലന്റ് മാനേജ്മെന്റ്, നല്ല കഴിവുള്ളവരെ സ്കില്ലുള്ളവരെ അത്തരം വർക്കേഴ്സിനെ നമ്മൾ അട്രാക്ട് ചെയ്യുക, അതായത് നമ്മുടെ കമ്പനിയിലേക്ക് ആകർഷിക്കുക. ആൻഡ് അത് എന്താ പറയാ പുതിയ വർക്കേഴ്സിനെ ആകാം, അല്ലെങ്കിൽ ഉള്ള വർക്കേഴ്സിന്റെ പെർഫോമൻസുകളെ ഇംപ്രൂവ് ചെയ്തോ, കറണ്ട് വർക്കേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിലുള്ള വർക്കേഴ്സിനെ റിട്ടൈൻ ചെയ്ത് നല്ല കഴിവുള്ളവരെ തന്നെ അവിടെ തന്നെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ നല്ല വർക്കേഴ്സിനെ ഇപ്പോഴുള്ള നമ്മളുടെ നീഡ്സും ഫ്യൂച്ചർ നീഡ്സിനും ഒക്കെ പാകമാകുന്ന രീതിയിൽ അവരെ ഒരുക്കുക. ഇതൊക്കെയാണ് ടാലന്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ടാലന്റ് മാനേജ്മെന്റ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്കിൽ ഓഫ് അട്രാക്ടിങ് ഹൈലി സ്കിൽഡ് വർക്കേഴ്സ്. ഹൈ സ്കില്ലുള്ള വർക്കേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു രീതിയാണ് ടാലന്റ് മാനേജ്മെന്റ്. അത് സ്കിൽഡ് വർക്കേഴ്സിനെ ആകാം, ഇന്റഗ്രേറ്റിംഗ് ന്യൂ വർക്കേഴ്സ് ആകാം, പുതിയ വർക്കേഴ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാകാം, ഇംപ്രൂവിംഗ് ആൻഡ് റിട്ടൈനിങ് കറന്റ് വർക്കേഴ്സ്. നിലവിലുള്ള വർക്കേഴ്സിനെ തന്നെ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക എന്ന് വെച്ചാൽ അവരുടെ സ്കില്ലും ടാലന്റ് ഒക്കെ വർദ്ധിപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് അത് എന്തിനു വേണ്ടിയിട്ട്? ടു മീറ്റ് ദ കറന്റ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ്. നമ്മുടെ ബിസിനസിന്റെ ഇപ്പോഴുള്ളതും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുമായിട്ടുള്ള ചില പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഉള്ള വർക്കേഴ്സിനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് അല്ലെ റിട്ടൈൻ ചെയ്യുക. ഇതിനെല്ലാമാണ് എന്തെന്ന് വിളിക്കുക? നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് വിളിക്കാം. മനസ്സിലായോ എന്താണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? മനസ്സിലായോ? ആ ഫസ്റ്റ് ഒരൊറ്റ കുഞ്ഞ് ഡെഫിനിഷൻ മനസ്സിലായോ എന്നാണ് ചോദിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. ടാലന്റ് മാനേജ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് സൂചിപ്പിക്കുന്നത്? ഇനി ഒരു ചെറിയൊരു ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ടാലന്റ് മാനേജ്മെന്റ് ഫ്രം HR പോയിന്റ് ഓഫ് വ്യൂ. ഹ്യൂമൻ റിസോഴ്സിന്റെ കാഴ്ചപ്പാടില് ടാലന്റ് മാനേജ്മെന്റ് എന്താണ്? HR മാനേജറുടെ കീ ടാസ്കുകളാണ്. എന്താണ്? HR മാനേജർ എങ്ങനെയാണ് ടാലന്റ് മാനേജ് ചെയ്യുന്നത്? അതിന്റെ ആ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവര് ഒരു ചാർട്ടിൽ കാണിച്ചിട്ട് ഫൈൻഡിങ് ടാലന്റഡ് എംപ്ലോയീസ്. ആദ്യം തന്നെ എന്ത് ചെയ്യുക? നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക. അതെങ്ങനെയാ? ഒരു ദിവസം ആദ്യത്തെ ദിവസം വന്ന് റിക്രൂട്ട്മെന്റ് നടത്തി ആദ്യ ദിവസം തന്നെ ജോലി നോക്കിയിട്ട് അത് സൂപ്പർവൈസർ സൂപ്പർ ആണല്ലോ എന്ന് പറയുന്നതിലല്ല അല്ലെ.
ടാലന്റ് കുറച്ച് സമയം എടുക്കും, ഇച്ചിരി സമയമൊക്കെ എടുത്തിട്ടാണ് മനസ്സിലാക്കേണ്ട ഓരോ എംപ്ലോയീസിന്റെയും കഴിവുകള്, അവരുടെ ടാലന്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടാസ്ക്. ഒന്നാമത്തെ ടാസ്ക് HR മാനേജറിന്റെ അതാണ്. സെക്കൻഡ് വൺ, റീറ്റെയിനിങ് ടാലന്റഡ് എംപ്ലോയീസ്. അടുത്ത എന്താണ്, ഉള്ള എംപ്ലോയീസിനെ തന്നെ ടാലന്റഡ് ആയിട്ടുള്ളവരെ, നല്ല കഴിവുള്ളവരെ റീറ്റെയിൻ ചെയ്യും, അവിടെ തന്നെ നിലനിർത്തും. ഓക്കെ, retaining talented employees is the second task, രണ്ടാമത്തെ ടാസ്ക്. പിന്നെ acquiring talented employees. ഇനി എന്ത് ചെയ്യാം, നിലവിൽ അത്രയുണ്ട്. ഇനി നമ്മുടെ ഫ്യൂച്ചർ, ഇപ്പോൾ ഉള്ളതും ഭാവിയിൽ വരാൻ പോകുന്നതുമായ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ വേറെ കുറെ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അക്വയർ ചെയ്യാം. മനസ്സിലായോ? ഇവിടെ കുറച്ച് ടാലന്റഡ് എംപ്ലോയീസ് ഉള്ളൂ, ഇനി കുറച്ചുകൂടി വേണം എന്നുണ്ടെങ്കിൽ അവരെ അക്വയർ ചെയ്യുക, എന്ന് വെച്ചാൽ നേടുക. അപ്പൊ ഈ 3 ടാസ്കുകളാണ് HR മാനേജറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണത്? ഒന്ന്, ഫൈൻഡിങ് ടാലന്റഡ് എംപ്ലോയീസ്. നിലവിലുള്ള എംപ്ലോയീസിനെ, ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആരൊക്കെയാണെന്ന് കണ്ടെത്തുക. കണ്ടെത്തിയതിനു ശേഷം ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യുക. ആൻഡ് അതിനുശേഷം ഇനിയും ആരെങ്കിലും ഒക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അക്വയർ ദാറ്റ് പർട്ടിക്കുലർ ടാലന്റഡ് എംപ്ലോയീസിനെ വേറെ ഏതെങ്കിലും കണ്ടെത്തുക. ക്ലിയർ ആയോ? ആ ഒരു ചാർട്ട് അല്ലെങ്കിൽ ആ ഒരു ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ കാണിച്ചിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കാം. അതില് ചിലപ്പോ ഏതെങ്കിലും ഒരു കോളം വിട്ടുപോയി, അത് ഫിൽ ചെയ്യാനായിരിക്കാം, അവിടെ എന്താ വരിക എന്ന് ചോദിക്കുന്നതായിരിക്കാം. HR മാനേജറിന്റെ കീ ടാസ്കുകൾ എന്താണെന്ന് ചോദിക്കാം ടാലന്റ് മാനേജ്മെന്റിൽ. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാമെന്ന് പറഞ്ഞതാണ്. ഒന്ന് ടിക്കറ്റ് വെച്ചേക്കാം ഡയഗ്രം. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മുടെ ആരുല്ല പോയ എങ്ങനെയായിട്ട് ഇല്ല. ഓക്കെ, യെസ്. സോ ആ ഒരു ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതാണ്. എന്താണ്, നിലവിലുള്ള വർക്കേഴ്സിന് ഉള്ള കറന്റ് നമ്മളുടെ നിലവിലുള്ള ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, വരാനിരിക്കുന്ന ബിസിനസിന്റെ എന്തെങ്കിലും പുതിയ പുതിയ ലക്ഷ്യങ്ങൾ അവർക്ക് ഉണ്ടെങ്കിൽ അതുമൊക്കെ നേടാൻ വേണ്ടിയിട്ട് കറന്റ് എംപ്ലോയീസിനെ, വർക്കേഴ്സിനെ തന്നെ എന്താ പറയാ, അവരെ കൂടുതൽ നല്ല ടാലന്റഡ് ആക്കിയെടുക്കുക, അല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ വർക്കേഴ്സിനെ കണ്ടെത്തുക. ഇനി അതുപോലെ തന്നെ നല്ല നല്ല ടാലന്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നമ്മുടെ കമ്പനികളിലേക്ക്, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആകർഷിക്കുക. ഇതെല്ലാമാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. ഈ ഹ്യൂമൻ റിസോഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് നോക്കുമ്പോൾ ഇതിന് പ്രധാനമായിട്ട് 3 കാര്യമാണ്. അപ്പൊ ഈ 3 കാര്യമാണ് ഇവിടെ എഴുതിയേക്കണേ. നിലവിലുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക, ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, നല്ല കഴിവുള്ള ഇഷ്ടംപോലെ വർക്കേഴ്സ് ഉണ്ടാവും ഓർഗനൈസേഷനിൽ, അതിൽ നിന്ന് തന്നെ നല്ല ടാലന്റഡ് ആയിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുക, നല്ല ടാലന്റഡ് ആയിട്ടുള്ളവരെ റിട്ടൈൻ ചെയ്യുക. ഈ ബാക്കിയുള്ളവർ വേണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് വേണ്ടാന്ന് വെക്കുകയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റമൊക്കെ കൊടുത്ത് അവരെ ആ രീതിയിൽ ഉപയോഗിക്കാം. ഇനി പുതിയ വീണ്ടും നല്ല ടാലന്റഡ് ഉള്ളവർ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ അക്വയർ, അങ്ങനെയുള്ള എംപ്ലോയീസിനെ പുറത്തുനിന്ന് അക്വയർ ചെയ്യും, എന്ന് വെച്ചാൽ അവര് നേടിയെടുക്കും. ഓക്കെ, ഇതെല്ലാമാണ് വരിക. ഇനി കമ്പനീസ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ടാലന്റ് മാനേജ്മെന്റ്, ചില എംപ്ലോയീസിനെ, ചില കമ്പനീസിന്, അതായത് മിക്ക കമ്പനീസിനും ഈ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള എംപ്ലോയീസിനെ ടാലന്റഡ് ആയിട്ടുള്ള കണ്ടെത്തുന്ന ഒരു രീതി ചില കമ്പനീസിലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ദ ഡ്യൂട്ടീസ് ഓഫ് എംപ്ലോയീസ്, ഈ എംപ്ലോയീസിന്റെ, അതായത് പലതരത്തിലുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും to all managers to various departments of the company, കമ്പനിയുടെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, അതായത് നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തിയിട്ട് അവരുടെ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നു, പല പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിട്ട്. HR-ന്റെ അടുത്ത് നിന്ന്, HR മാനേജേഴ്സ് ആണല്ലോ പുതിയ പുതിയ റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്തുന്നത്. അപ്പൊ അവരുടെ ആ ഡ്യൂട്ടി റിക്രൂട്ട്മെന്റിംഗ് ആണ്. റിക്രൂട്ട്മെന്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇഫ് ദേ ഫൈൻഡ് ദ എംപ്ലോയീസ് ആർ ടാലന്റഡ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട് അത് കണ്ടെത്തിയതിനു ശേഷം കമ്പനിയുടെ അകത്ത് തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സിലേക്കും അത്തരം ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു, അലോട്ട് ചെയ്ത് അവരുടെ ഡ്യൂട്ടീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. മനസ്സിലായപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ടാലന്റ് ഉള്ള എംപ്ലോയീസ് അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കാണും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഡ്യൂട്ടീസ് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായ? അപ്പൊ ഏതെങ്കിലും ഒരു മേഖല കുറച്ച് തറന്നു കിടക്കാണ്, അവിടെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒന്നും ഇല്ല. സോ ഈ HR മാനേജർ അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തി അത്തരം ഡൗൺ ആയി കിടക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ ദേ കൻ ഷിഫ്റ്റ് സച്ച് എംപ്ലോയീസ് ടു ഡിപ്പാർട്ട്മെന്റ്സ്, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത എംപ്ലോയീസിനെ അവർ ജോലി കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചില കമ്പനീസ് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായോ?
ക്ലിയർ ആയോ? പറഞ്ഞത് എന്താണ്? അങ്ങനെ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ അതിനെ ആ ഒരു പ്രൊസീജിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഹ്യൂമൻ ക്യാപിറ്റൽ, ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ആണ് അല്ലെ, ഒരു വലിയ ഒരു ധനമാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓർഗനൈസേഷന്റെ കമ്പോണന്റുകൾ, ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ കമ്പോണന്റുകളിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളതും ഒരു അസറ്റ് എന്നൊക്കെ നമുക്ക് എടുത്തു പറയാവുന്ന കാര്യമാണ് ഹ്യൂമൻ, മനുഷ്യ വിഭവം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മനുഷ്യ വിഭവം ഇല്ലാതെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല, റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ എന്ന് നമ്മൾ പറഞ്ഞു. ഈ 4 കമ്പോണന്റ്സില് മെൻ എന്ന് പറയുന്ന വിഭാഗമായ ഹ്യൂമൻ റിസോഴ്സ് അതില്ല എങ്കിൽ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യം. അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തരം ചില സ്ട്രാറ്റജീസ് ചില കമ്പനി ഫോളോ ചെയ്തിട്ടുണ്ട്. ടാലന്റഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിനെ പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കണ്ടെത്തും. എന്നിട്ട് ചില ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവരവരുടെ ഡ്യൂട്ടീസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ദേ ക്യാൻ ഡെവലപ്പ് സച്ച് ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് ആർ ഗോയിങ് ഡൗൺ. ചില ഡിപ്പാർട്ട്മെന്റുകൾ താഴ്ന്നു പോവുക, അല്ലെങ്കിൽ വേണ്ടത്ര പുരോഗമനം ഇല്ല, അത്തരം ഡിപ്പാർട്ട്മെന്റുകൾ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളുടെ അല്ലെങ്കിൽ ആളുകളുടെ അഭാവം കൊണ്ട് അത്തരം ഡിപ്പാർട്ട്മെന്റുകളെ ചിലപ്പോൾ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നു. അങ്ങനെ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ ഡ്യൂട്ടീസ് അവർക്ക് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് കമ്പനീസ് എന്ത് ചെയ്യുന്നു, ആ കമ്പനിക്ക് അകത്ത് തന്നെ ഡിപ്പാർട്ട്മെന്റുകളിലെ ജോലികൾ മാറ്റി എംപ്ലോയീസിന് കൊടുക്കാം. സോ ആ ഒരു പ്രൊസീജിയർ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ്. മനുഷ്യ വിഭവം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു രീതിയാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ ഒരു സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇൻക്ലൂഡിങ് ആ അണ്ടർലൈൻഡ് വൺ. HCM ആ എന്താ പറയാ ഷോർട്ട് ഫോം അടക്കം കേട്ടോ, അതുകൂടി ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് HCM. സോ അങ്ങനെയാണെങ്കിൽ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് concerned with the coordinating, collaborating and managing different talents people have to offer within a company. ഒരു കമ്പനിയിലേക്ക് അവർ പല തരത്തിലുള്ള കഴിവുകളുള്ള ടാലന്റുകൾ, ഡിഫറെന്റ് ടാലന്റഡ് പീപ്പിൾ ആണല്ലോ, പല കഴിവായിരിക്കും എല്ലാവരും. ഞാൻ നേരത്തെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പേ ചോദിച്ച ചോദ്യം ഇതാണ്, നമ്മളെല്ലാവരും ഒരേ കഴിവുള്ളവരാണോ? അല്ല, ഡിഫറെന്റ് ടാലന്റഡ് പീപ്പിൾ ആണ്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരും മിക്കവാറും ഡിഫറെന്റ് ടാലന്റഡ് പീപ്പിൾ ആണ്. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടാലന്റഡ് പീപ്പിളിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് എങ്ങനെ അവരുടെ ജോലിയൊക്കെ കൃത്യമായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി പോസിബിൾ ബൈ സ്റ്റഡിയിങ് ആൻഡ് എക്സാമിനിങ് ദ ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓൺ ദെയർ സ്കിൽ, ടാലന്റ്, പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടർ ഇൻ റിലേഷൻ ടു ഫിൽ എ പർട്ടിക്കുലർ വേക്കൻസി ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആളുകളുടെ, അതായത് എംപ്ലോയീസിന്റെ സ്കില്ല്, അവരുടെ ടാലന്റ്, അവരുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, അവരുടെ ക്യാരക്ടർ, ഇതൊക്കെ എങ്ങനെയാണെന്ന് ഓരോ ഇൻഡിവിജ്വൽസിനെയും നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി പരിശോധിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാലന്റ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ദിവസം വന്നു അന്ന് തന്നെ ആളുകൾക്ക് വലിയ പെർഫെക്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ ആദ്യ ദിവസം വന്നു മോശമാണല്ലോ, ഇയാൾ എന്തായി കാണിക്കുന്നത്, ഇത്രയും പഠിച്ചിട്ട് ഇത്രയും ക്വാളിഫൈഡ് ആയിട്ട് വന്നിട്ട് കാണിക്കണമെന്നില്ലേ, ഒന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ട് ജഡ്ജ് ചെയ്ത് തീരുമാനിക്കേണ്ടതല്ല വെദർ ദാറ്റ് പെർട്ടിക്കുലർ എംപ്ലോയീസ് ടാലന്റഡ് ഓർ നോട്ട്. ആളുടെ ടാലന്റ് നമ്മൾ മനസ്സിലാക്കിയത് ഒരു ദിവസമോ ഒരു മണിക്കൂറോ ജോലി ചെയ്യിപ്പിച്ചിട്ടല്ല, അല്ലെ? പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നൊരു പ്രോവർബ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ആദ്യ ദിവസം ചിലപ്പോൾ ആള് പേടി കൊണ്ടായിരിക്കാം, പല രീതിയിലുള്ള ആൻസൈറ്റി, കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നത് ആരുടെ കൂടെ, അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഒരു 2-3 ദിവസമോ 1 വീക്കോ ഒക്കെ കൊടുത്തു കഴിയുമ്പോ ചിലപ്പോ അവിടുത്തെ പ്രിൻസിപ്പാളായിട്ട് മാറും അല്ലെ? ഈ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ഞാൻ എന്ന് പറയുന്ന ആ രീതിയിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ആ രീതിയിലേക്ക് ആയി മാറും. അപ്പൊ അത് വളരെ കറക്റ്റ് ആയിട്ട് പഠിച്ച് ആളെ പഠിച്ച് ആ ഇൻഡിവിജ്വൽ ആയിട്ട് ആളുടെ സ്കില്ലും ടാലന്റും മനസ്സിലാക്കിയൊക്കെയാണ് ഓർഗനൈസേഷൻ ഒരു പർട്ടിക്കുലർ വേക്കൻസി അവരെങ്ങനെ ഫിൽ ചെയ്യുന്നത് കണ്ടെത്തിയാണ് നമുക്ക് ടാലന്റ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? അത് ആ 2 സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എന്തൊക്കെ നോക്കിയിട്ടാണ് ടാലന്റ് മാനേജ്മെന്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. കുഞ്ഞു പാരഗ്രാഫ് അങ്ങനെ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ.
സോ ലെറ്റ് സ്റ്റോപ്പ് ഹിയർ. ഇവിടെ വെച്ച് നിർത്താണ്. ഇനി അടുത്ത ഭാഗം ഇനി അടുത്ത ദിവസം എടുക്കാം. ഇപ്പൊ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് അത് തീരെയില്ല. അപ്പൊ മനസ്സിലായില്ലേ? ആ പാരഗ്രാഫ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടാവും? 2 കുഞ്ഞു സെന്റൻസ് ഉണ്ടാക്കുള്ളൂ. 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് വന്നിട്ട് ആദ്യത്തെ ഒരു എക്സാം ഒന്ന് കൊടുക്കുക. നന്നായിട്ട് പഠിച്ചിട്ട് പറഞ്ഞതുപോലെ ഒന്ന് വായിച്ചിട്ട് നോക്കിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ച് പരീക്ഷ ചെയ്യുക. ഓക്കെ, സോ ഓക്കെ, സീ യു. താങ്ക് യു.